ഹലോ എവരിവൺ. നമ്മുടെ എക്സാംസ് ഒക്കെ ഇങ്ങനെ അടുത്ത് തുടങ്ങിയല്ലേ? കമ്പനി ബോർഡ് എൽ ജിസും ഡിഗ്രി ലെവൽ എക്സാംസും അങ്ങനെ ഒരുപാട് എക്സാംസ് വരുന്നുണ്ട് അല്ലേ? അപ്പോൾ കമ്പനി ബോർഡ് എൽ ജിസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടി ഹെൽപ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് ഞാനൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അതായത് മുൻ വർഷങ്ങളിൽ എൽ ജി തലത്തിൽ നടന്ന എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, അതുപോലെ അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും അടങ്ങിയിട്ടുള്ള വീഡിയോസാണ്, അല്ലെങ്കിൽ ഒരു സീരീസാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 2021 തൊട്ട് 2025 വരെ നടന്നിട്ടുള്ള എൽ ജി സ്ഥലത്തിൽ നടന്നിട്ടുള്ള എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് 2025 നടന്നൊരു എക്സാമിൻ്റെയാണ്. അതെന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 161/2025. അത് ഏത് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണെന്ന് വെച്ചാൽ നമ്മുടെ വാച്ച്മാൻ, ആയ, പിയൂൺ എന്നീ തസ്തികകളിലേക്ക് നടന്നിട്ടുള്ള എക്സാമിൻ്റെയാണ്. എക്സാം നടന്നത് നവംബർ 29, 2025. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ: ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ച സ്വാതന്ത്ര്യ സമര സേനാനി. ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ച സ്വാതന്ത്ര്യ സമര സേനാനി. ഓപ്ഷൻസ്: R.C. ദത്ത്, ബാലഗംഗാധര തിലക്, ദാദാബായ് നവറോജി, മദൻ മോഹൻ മാളവ്യ. ആരാണ്? ഓപ്ഷൻ സി, ദാദാബായ് നവറോജി. ദാദാബായ് നവറോജിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു പോയിന്റ് ഉണ്ടല്ലേ? എന്താണ്? ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവെന്ന് നമ്മൾ വിളിക്കുന്ന ആരെയാണ്? ദാദാബായ് നവറോജിനെയാണ്. അതുപോലെ അദ്ദേഹത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മളെല്ലാവരും ഇന്ത്യയുടെ ബന്ദിവയോധികൻ എന്ന് പറയുന്നതും ദാദാബായ് നവറോജിയെ തന്നെയാണ്. അപ്പോൾ ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ദാദാബായ് നവറോജി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ B.R. അംബേദ്കർ വിശേഷിപ്പിച്ച മൗലിക അവകാശം ഏത്? സമത്വത്തിനുള്ള അവകാശം, ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരായ അവകാശം. ഏതാണ്? ഓപ്ഷൻ ബി, ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ചത് ആര്? ഓപ്ഷൻസ്: അക്കാമ ചെറിയാൻ, പണ്ഡിത രമാബായ്, സ്വാമി വിവേകാനന്ദൻ, ആനി ബസന്ത്. ആരാണ്? ഓപ്ഷൻ ബി, പണ്ഡിത രമാബായ്. പണ്ഡിത രമാബായിനെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ ആളൊരു സ്ത്രീ വിദ്യാഭ്യാസത്തിന് വേണ്ടി, സാമൂഹ്യ പരിഷ്കരണത്തിന് വേണ്ടിയിട്ടും പോരാടിയ പ്രമുഖ വനിതയായിരുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ: ഭരണഘടനാ ഭേദഗതികളിലൂടെ മൗലിക അവകാശങ്ങളിൽ കൂട്ടിച്ചേർക്കുകയും ഒഴിവാക്കപ്പെടുകയും ചെയ്ത അവകാശങ്ങൾ. ഓപ്ഷൻസ്: സമത്വത്തിനും സ്വത്തിനും, മതസ്വാതന്ത്ര്യത്തിനും വിദ്യാഭ്യാസത്തിനും, സമത്വത്തിനും വിദ്യാഭ്യാസത്തിനും, വിദ്യാഭ്യാസത്തിനും സ്വത്തിനും. ഏതാണ് ആൻസർ? ഡി, വിദ്യാഭ്യാസത്തിനും സ്വത്തിനും. 2002 86 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് എന്ത്? വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, അതായത് ആർട്ടിക്കിൾ 21A ഒരു മൗലിക അവകാശമായിട്ട് കൂട്ടിച്ചേർക്കുന്നത്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഇത് ഉറപ്പ് നൽകുന്നുണ്ട്. അപ്പോൾ 86 ഭേദഗതി, ഇത് 2002 86 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഒരു മൗലിക അവകാശമായി കൂട്ടിച്ചേർത്തത്. അപ്പം നമ്മുടെ സ്വത്തവകാശം എന്തായി? ഒഴിവാക്കപ്പെട്ടു അല്ലേ? അതേത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 44 ഭരണഘടനാ ഭേദഗതി. 1978 44 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശം, അതായത് റൈറ്റ് ടു പ്രോപ്പർട്ടി, മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത്. ഇത് നിലവിൽ എന്ത് അവകാശമാണ്? നിയമപരമായ അവകാശം മാത്രമാണ് എന്ത്? സ്വത്തവകാശം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ: താഴെ തന്നിരിക്കുന്ന സൂചനകൾ ഏത് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? 1885 ബോംബെയിൽ ആദ്യ സമ്മേളനം, ആദ്യത്തെ അധ്യക്ഷൻ W.C. ബാനർജി, ജാതിമത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായി ദേശീയബോധം വളർത്തുക, മിതവാദികൾ തീവ്രവാദികൾ എന്നിങ്ങനെ 2 ചിന്താധാരകൾ ഉടലെടുത്തു. ഓപ്ഷൻസ് നോക്കാം. ഹോം റൂൾ ലീഗ്, ഇന്ത്യൻ അസോസിയേഷൻ, മദ്രാസ് മഹാജൻ സഭ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അപ്പോൾ ഇതാണ് ആൻസർ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലേ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഭരണഘടനാ ദിനം എന്നാണ്? ഭരണഘടനാ ദിനം ഒക്ടോബർ 16, നവംബർ 26, ജനുവരി 26, ഓഗസ്റ്റ് 15. എന്നാണ്? ഓപ്ഷൻ ബി, നവംബർ 26. നെക്സ്റ്റ്: ഏത് ഭരണഘടനാ ഭേദഗതിയാണ് ചെറുഭരണഘടന എന്ന് വിളിക്കുന്നത്? എ, 41 ഭേദഗതി, ബി, 86 ഭേദഗതി, സി, 42 ഭേദഗതി, ഡി, 44 ഭേദഗതി. ഏതാണ്? 42 ഭേദഗതി. നമ്മൾ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നത് എന്തിനെയാണ്? 42 ഭേദഗതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്? രാജാറാം മോഹൻ റോയ്, ജ്യോതിറാവു ഫൂലെ, മഹാദേവ ഗോവിന്ദ റാനഡെ, ഗോപാലകൃഷ്ണ ഗോഖലെ. ആരാണ്? ഓപ്ഷൻ എ, രാജാറാം മോഹൻ റോയ്. നെക്സ്റ്റ്: ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പൂർണ്ണമായി നിർത്തിവെക്കാൻ കാരണമായ സംഭവം? ബംഗാൾ വിഭജനം, ചൗരി ചൗര സംഭവം, റൗലറ്റ് ആക്ട്, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ഇതാണ്
ബി ചൗരി ചൗര സംഭവം. ചൗരി ചൗര സംഭവം. ചൗരി ചൗര സംഭവം നടന്ന വർഷം ഏതാണ്? 1922. 1922 ചൗരി ചൗര സംഭവം നടക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? ഓപ്ഷൻസ്: രാഷ്ട്രപതി, പ്രധാനമന്ത്രി, പാർലമെൻറ്റ്, സുപ്രീം കോടതി. ആർക്കാണ് ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം? സി പാർലമെൻറ്റ്. പാർലമെൻറ്റിനാണല്ലേ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം. ഓപ്ഷൻസ്: 1925, 1930, 1932, 1936. ഏതാണ്? ഓപ്ഷൻ എ 1925. അടുത്ത ക്വസ്റ്റ്യൻ: ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. ഓപ്ഷൻസ്: പാലിയം സത്യാഗ്രഹം, മേൽമുണ്ട് സമരം, ഗുരുവായൂർ സത്യാഗ്രഹം, ക്ഷേത്രപ്രവേശന വിളംബരം. ഏതാണ്? ഡി ക്ഷേത്രപ്രവേശന വിളംബരം. എന്നാണ് ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത്? ഏത് വർഷത്തിലാണ്? 1936 ക്ഷേത്രപ്രവേശന വിളംബരം നടക്കുന്നത്. എന്താണ് ഈ ക്ഷേത്രപ്രവേശന വിളംബരം എന്ന് പറഞ്ഞാൽ? തിരുവിതാംകൂറിലെ അവർണ അല്ലെങ്കിൽ ദളിതരായിട്ടുള്ള ആദിവാസി ജനവിഭാഗങ്ങൾക്ക് ക്ഷേത്രപ്രവേശനം പണ്ട് കാലത്ത് നമുക്ക് അനുവദനീയമായിരുന്നില്ല അല്ലേ? ആരും ക്ഷേത്രത്തിനകത്ത് കയറ്റിയിരുന്നില്ല. അപ്പോൾ ഈ പറയുന്ന ദളിത് ആദിവാസി ജനവിഭാഗങ്ങൾക്ക് ക്ഷേത്രപ്രവേശനം അനുവദിച്ചുകൊണ്ട് അന്നത്തെ മഹാരാജാവായ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ പുറപ്പെടുവിച്ചൊരു വിളംബരമാണ് എന്ത്? ക്ഷേത്രപ്രവേശന വിളംബരം. പിന്നീട് ഇത് നമ്മുടെ കേരളം ഒട്ടാകെ സാമൂഹ്യ പുരോഗതി നേടിയിട്ടുള്ള ഒരു നാഴികക്കല്ലായിട്ട് മാറാനുണ്ടായത്. അപ്പോൾ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് 1936 നവംബർ 12. ഡേറ്റ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നവംബർ 12 ഈ വിളംബരം പുറപ്പെടുവിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: തിരുവിതാംകൂറിൽ വില്ലുവണ്ടി യാത്ര നടത്തി ചരിത്രം സൃഷ്ടിച്ച സാമൂഹിക പരിഷ്കർത്താവ്. ഓപ്ഷൻസ്: വൈകുണ്ഠസ്വാമികൾ, വാഗ്ഭടാനന്ദൻ, അയ്യങ്കാളി, പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവൻ. ആരാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, അയ്യങ്കാളിയാണെന്ന്. അപ്പോൾ അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയത് എന്നായിരുന്നു? ഏത് വർഷത്തിലായിരുന്നു? 1893. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വൈക്കം സത്യാഗ്രഹത്തിനോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിന് സവർണജാഥ നടത്തിയ നവോത്ഥാന നായകൻ. ഓപ്ഷൻസ്: കെ പി കേശവമേനോൻ, സി ശങ്കരൻ, മന്നത്ത് പത്മനാഭൻ, ശ്രീനാരായണ ഗുരു. സവർണജാഥ നടത്തിയത് മന്നത്ത് പത്മനാഭനാണ്. അപ്പോൾ എവിടെ മുതൽ എവിടെ വരെയാണ്? വൈക്കം തൊട്ട് തിരുവനന്തപുരം വരെയാണ് മന്നത്ത് പത്മനാഭൻ സവർണജാഥ നടത്തിയത്. നമ്മുടെ വൈക്കം സത്യാഗ്രഹം എന്നാണ് നടന്നത്? 1924. അതേ വർഷം തന്നെയാണ് ഇന്ന് സവർണജാഥയും നടന്നത്. കാരണം അതിനോടനുബന്ധിച്ചിട്ടുള്ളതാണല്ലോ. അപ്പോൾ 1924 തന്നെയാണ് ഈ പറയുന്ന സവർണജാഥ നടന്നിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വരിക വരിക സഹചരെ സഹന സമര സമയമായി. ഈ സമരഗാനം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻസ്: ഗുരുവായൂർ സത്യാഗ്രഹം, പാലിയം സത്യാഗ്രഹം, ഉപ്പു സത്യാഗ്രഹം, പുന്നപ്പറ വയലാർ സമരം. ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ സി ഉപ്പു സത്യാഗ്രഹം. അപ്പോൾ ഉപ്പു സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ്? ഉപ്പു സത്യാഗ്രഹം നടന്നത് 1930. അപ്പോൾ ഈ വരിക വരിക സഹചരെ സഹന സമര സമയമായി എന്നുള്ള സമരഗാനം എഴുതിയതാരാന്ന് ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. അംഷി നാരായണപിള്ള എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഈ സമരഗാനം രചിച്ചിട്ടുള്ളത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിനായി മികച്ച മലയാള സിനിമയായി തിരഞ്ഞെടുത്തത്. ഓപ്ഷൻസ്: ആടുജീവിതം, കാതൽ ദി കൗർ, ചാവേർ, ഉള്ളൊഴുക്ക്. ഓപ്ഷൻ ഡി ഉള്ളൊഴുക്ക്. ഉള്ളൊഴുക്കെന്ന് പഠിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ സംവിധായകൻ ആരാണെന്നും കൂടെ പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. ഒരുപക്ഷെ ക്വസ്റ്റ്യൻ വരാം. അത് ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ സംവിധാനം ചെയ്തിട്ടുള്ളത് ക്രിസ്റ്റോ ടോമി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. അടുത്ത ക്വസ്റ്റ്യൻ: 2025 ഫിഡെ വനിതാ ചെസ് ലോകകപ്പ് കിരീടം നേടിയത്. ഓപ്ഷൻസ്: കൊനേരു ഹംപി, ഹരിക ദ്രോണാവാലി, ദിവ്യ ദേശ്മുഖ്, വൈശാലി രമേശ് ബാബു. ഓപ്ഷൻ സി ദിവ്യ ദേശ്മുഖ്. അടുത്ത ക്വസ്റ്റ്യൻ: സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ നിർണ്ണയിച്ച കമ്മീഷൻ്റെ തലവൻ ആരാണ്? ഓപ്ഷൻസ്: ഹെൻറി മക്മോഹൻ, ഹെൻറി ഡ്യൂറൻറ്റ്, സർദാർ വല്ലഭായ് പട്ടേൽ, സർ സിറിൽ റാഡ്ക്ലിഫ്. ഓപ്ഷൻ ഡി സർ സിറിൽ റാഡ്ക്ലിഫാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ: ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളുടെ സംയോജനം വഴി ഇന്ത്യൻ യൂണിയൻ കെട്ടിപ്പടുത്താൻ സംഭാവന നൽകിയ സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ഓപ്ഷൻസ്: ഗാന്ധിജി, സർദാർ വല്ലഭായ് പട്ടേൽ, ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്. ആൻസർ ഓപ്ഷൻ ബി സർദാർ വല്ലഭായ് പട്ടേലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ 20th ക്വസ്റ്റ്യനാണ്. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യൻ സേന നടത്തിയ സൈനിക നടപടിയുടെ പേര്.
ഓപ്ഷൻസ്: ഓപ്പറേഷൻ ചെങ്കിസ് ഖാൻ, ഓപ്പറേഷൻ വിജയ്, ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ, ഓപ്പറേഷൻ സിന്ദൂർ. ഇതാണ് ഓപ്പറേഷൻ സിന്ദൂർ. ഇത് ക്വസ്റ്റ്യൻ: 2025 ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ജേതാക്കളായ രാജ്യം. ഓപ്ഷൻസ്: ഇന്ത്യ, പാകിസ്ഥാൻ, ശ്രീലങ്ക, ബംഗ്ലാദേശ്. ആൻസർ ഇന്ത്യയാണ്. അപ്പോൾ ഇവിടെ വെച്ചാണ് ഏഷ്യ കപ്പ് ക്രിക്കറ്റ് നടന്നിട്ടുള്ളത്. UAE രാജ്യങ്ങളിലായിരുന്നു ഏഷ്യ കപ്പ് ക്രിക്കറ്റ് നടന്നിട്ടുണ്ടായിരുന്നത്. ഫൈനൽ നടന്നത് ദുബായിൽ വെച്ചിട്ടായിരുന്നു. ഇന്ത്യയുടെ ഓപ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ആയിരുന്നു. 5 വിക്കറ്റിനാണ് ഇന്ത്യ പാകിസ്ഥാനെ തോൽപ്പിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഭിലായ് ഇരുമ്പുരുക്ക് വ്യവസായശാലയുടെ നിർമ്മാണത്തിൽ സഹായിച്ച വിദേശ രാജ്യം. ഓപ്ഷൻസ്: അമേരിക്ക, ജർമ്മനി, സോവിയറ്റ് യൂണിയൻ, ബ്രിട്ടൻ. ഏതാണ് ആൻസർ? സോവിയറ്റ് യൂണിയൻ ആണ് ആൻസർ വരുന്നത്. അപ്പോൾ ഭിലായ് ഇരുമ്പുരുക്കുശാല സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഛത്തീസ്ഗഡിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പൊതുമേഖല ഇരുമ്പുരുക്ക് പ്ലാന്റാണ് എന്ത്? ഭിലായ് ഇരുമ്പുരുക്ക് വ്യവസായശാല എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജർമ്മനി, ബ്രിട്ടനൊക്കെ സഹായിച്ചുകൊണ്ട് അവരുടെ സഹായത്തോടു കൂടി വേറെ ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. അതിൽ ജർമ്മനിയുടെ സഹായത്തോടെ വന്നതാണ് റൂർക്കേല. അതുപോലെ ബ്രിട്ടൻ്റെ സഹായത്തോടെ വന്നതാണ് ദുർഗാപൂർ. സോവിയറ്റ് യൂണിയൻ്റെ സഹായത്തോടു കൂടി ഒരെണ്ണം കൂടി വന്നിട്ടുണ്ടായിരുന്നു, അതാണ് ബൊക്കാറോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ആരായിരുന്നു? ഓപ്ഷൻസ്: ജവഹർലാൽ നെഹ്റു, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, VV ഗിരി. ആൻസർ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതി പദവിയിലിരുന്ന വ്യക്തിയും ഇദ്ദേഹം തന്നെയാണ്. 1950 മുതൽ 1962 വരെയാണ് അദ്ദേഹം ഈ പദവി വഹിച്ചിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനായിട്ടും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഭാരത് രത്ന നൽകി നമ്മുടെ രാജ്യം അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. ഭാരത് രത്ന നൽകിയത് 1962 ബാക്കി ഓപ്ഷൻസ് നോക്കുമ്പോൾ ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു അല്ലേ. അതുപോലെ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ആണെങ്കിൽ ഇന്ത്യയുടെ 2ാമത്തെ രാഷ്ട്രപതിയും. PV ഗിരി 4ാമത്തെ രാഷ്ട്രപതി ആയിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻസ്: ഡോക്ടർ BR അംബേദ്കർ, ജവഹർലാൽ നെഹ്റു, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. അപ്പോൾ ആൻസർ എന്താണ്? A ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അതായത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിട്ട് പ്രവർത്തിച്ചതിനാലാണ് ആര് ഡോക്ടർ BR അംബേദ്കറിനെ നമ്മൾ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്ന് വിളിക്കുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ നിയമമന്ത്രി എന്ന് പറയുന്നതും അംബേദ്കർ തന്നെയായിരുന്നു. ബാക്കി ഓപ്ഷൻസ് നോക്കുമ്പോൾ ജവഹർലാൽ നെഹ്റു ആരാണ്? നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പി എന്ന് നമ്മൾ വിളിക്കുന്നുണ്ട്. അതുപോലെ രാജേന്ദ്ര പ്രസാദ് ആണെങ്കിൽ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിര അധ്യക്ഷനായിരുന്നു. സച്ചിദാനന്ദ സിൻഹ താത്കാലിക അധ്യക്ഷനുമായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലെന്നറിയപ്പെടുന്ന പ്രദേശം ഏത്? ഡെക്കാൻ പീഠഭൂമി, ഉത്തരപർവ്വത മേഖല, ഉത്തരമഹാസമതലം, തീരസമതലങ്ങൾ. ഏതാണ്? ഉത്തരമഹാസമതലമാണ് ആൻസർ വരുന്നത്. എന്തുകൊണ്ടാണ് ഉത്തരമഹാസമതലത്തിന് നമ്മൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലെന്ന് പറയുന്നത്? ഉത്തരമഹാസമതലം എന്ന് പറയുന്നത് ഏക്കൽ മണ്ണ് കൊണ്ട് ആ പ്രദേശം ഫലഭൂയിഷ്ടമാണ്. അപ്പോൾ കാർഷിക ഉൽപ്പാദനത്തിന് ഏറ്റവും നല്ല അനുയോജ്യമായിട്ടുള്ളൊരു സ്ഥലം കൂടിയാണ് ഈ ഉത്തരമഹാസമതലം എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ വലിയൊരു വിഭാഗവും കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിട്ടുള്ളതുകൊണ്ട് ഇവിടുത്തെ കാർഷിക ഉൽപ്പന്നം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടിലായിട്ട് കണക്കാക്കപ്പെടുന്നു. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: തമിഴ്നാട് തീരത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് മൺസൂണിൽ നിന്നാണ്? ആൻസർ ഏതാണ്? വടക്ക് കിഴക്കൻ മൺസൂൺ. അതായത് നമ്മുടെ രാജ്യത്ത് അതായത് ഇന്ത്യയിൽ ഭൂരിഭാഗം പ്രദേശങ്ങളിലും തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ സൗത്ത് വെസ്റ്റ് മൺസൂൺ വഴിയാണ് മഴ ലഭിക്കുന്നത്. എന്നാൽ തമിഴ്നാട് തീരം ഈ കാറ്റുകളുടെയൊക്കെ മഴനിഴൽ പ്രദേശത്താണ് വരുന്നത്. അതുകൊണ്ട് അവിടെ ഈ സമയത്ത് മഴ കുറവായിരിക്കും. ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിൽ ലഭിക്കുന്ന വടക്ക് കിഴക്കൻ മൺസൂൺ അതായത് തുലാവർഷ മഴ നമ്മൾ പറയില്ലേ, അതുവഴിയാണ് തമിഴ്നാട്ടിന് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. അതുകൊണ്ട് വടക്ക് കിഴക്കൻ മൺസൂൺ വഴിയാണ് തമിഴ്നാട് തീരത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. അപ്പോൾ 27th ക്വസ്റ്റ്യൻ അത് PSC ക്യാൻസൽ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ: ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ റോക്ക് മ്യൂസിയം എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത്? ഓപ്ഷൻസ്: ഹൈദരാബാദ്, വാരണാസി, ജോധ്പൂർ, മുംബൈ. എവിടെയാണ്? ഹൈദരാബാദിലാണ് ആദ്യത്തെ ഓപ്പൺ റോക്ക് മ്യൂസിയം സ്ഥാപിക്കപ്പെട്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സന്ധിക്കുന്ന പ്രദേശം ഏത്? ഓപ്ഷൻസ്: ആനമലൈ കുന്നുകൾ, പളനി കുന്നുകൾ, കാർഡമം കുന്നുകൾ, നീലഗിരി കുന്നുകൾ. ആൻസർ D ആണ്, നീലഗിരി കുന്നുകളാണ്. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടൊരു സ്ഥലം കൂടിയാണ് നമ്മുടെ നീലഗിരി കുന്നുകൾ എന്ന് പറയുന്നത്. അത് ഏത് വർഷത്തിലാണ്? 2012 യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ നമ്മുടെ നീലഗിരി കുന്നുകൾ ഇടം പിടിക്കുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. യുനെസ്കോയുടെ
സാംസ്കാരിക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്താൻ 2022 ഇന്ത്യ നാമനിർദ്ദേശം ചെയ്ത നൃത്തരൂപം ഗർഭ ഏത് സംസ്ഥാനത്തിൽ നിന്നാണ്? ഓപ്ഷൻസ്: തമിഴ്നാട്, ഒഡീഷ, ഗുജറാത്ത്, മധ്യപ്രദേശ്. ഏതാണ്? ഗുജറാത്തിൽ നിന്നുള്ളതാണ് ഗർഭ എന്ന് പറയുന്ന നൃത്തരൂപം. നമ്മുടെ കേരളത്തിൽ നിന്നുള്ള നൃത്തരൂപങ്ങൾ ഇതുപോലെ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? കൂടിയാട്ടവും മുടിയേറ്റും. കൂടിയാട്ടം എന്നായിരുന്നു 2001 മുടിയേറ്റ് 2010 യുനെസ്കോയുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ വിൻഡ് ഇൻവെർട്ടർ പവർ ഹൗസ് നിലവിൽ വന്നത് എവിടെ? ഓപ്ഷൻസ്: നെടുങ്കണ്ടം, വിഴിഞ്ഞം, മണികരൻ, മുംബൈ ഹൈ. ആൻസർ നെടുങ്കണ്ടാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ: കേരളത്തിലെ മനുഷ്യനിർമ്മിത തടാകം ഏത്? ഓപ്ഷൻസ്: പൂക്കോട് തടാകം, മാനാഞ്ചിറ തടാകം, മുരിയാട് തടാകം, വാരാപ്പുഴ. ആൻസർ മാനാഞ്ചിറ തടാകം. അപ്പോൾ മാനാഞ്ചിറ തടാകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കോഴിക്കോട് ജില്ലയിലാണ്. കോഴിക്കോട് ജില്ലയുടെ നഗരമധ്യത്തിലാണ് നമ്മുടെ മാനാഞ്ചിറ തടാകം സ്ഥിതി ചെയ്യുന്നത്. ഇത് സ്വാഭാവിക ഉറവകളാൽ ജലം ലഭിക്കുന്ന മനുഷ്യനിർമ്മിത ശുദ്ധജല തടാകമാണ് മാനാഞ്ചിറ തടാകം എന്ന് പറയുന്നത്. മറ്റ് ഓപ്ഷൻസ് നോക്കാന്നുണ്ടെങ്കിൽ പൂക്കോട് തടാകം എവിടെയാണ്? വയനാട്ടിലെ പ്രകൃതിദത്തമായ ഒരു തടാകമാണ് എന്ത്? പൂക്കോട് തടാകം എന്ന് പറയുന്നത്. അതുപോലെ ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന ശുദ്ധജല തടാകം കൂടിയാണ് പൂക്കോട് തടാകം. ഏറ്റവും ചെറിയ തടാകം എന്ന് വേണമെങ്കിൽ കൂടെ പറയാം. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? അപ്പോൾ അറിയാവുന്നവർ ആൻസർ കമൻറ്റ് ചെയ്യുക. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? മുരിയാട് തടാകം എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയിലൊരു തണ്ണീർത്തടമാണ് മുരിയാട് തടാകം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കേരളത്തിൽ അനുഭവപ്പെടുന്ന മൺസൂൺ ഏത്? ഓപ്ഷൻസ്: വടക്ക് കിഴക്കൻ മൺസൂൺ, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ, വടക്ക് പടിഞ്ഞാറൻ മൺസൂൺ, തെക്ക് കിഴക്കൻ മൺസൂൺ. ആൻസർ വടക്ക് കിഴക്കൻ മൺസൂൺ. വടക്ക് കിഴക്കൻ മൺസൂൺ എന്ന് പറയുന്നത് നമ്മുടെ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കേരളത്തിൽ അനുഭവപ്പെടുന്ന ഒരു കാലാവസ്ഥയാണ്. അതായത് ഇടിമിന്നലോട് കൂടിയ മഴ നമുക്ക് ലഭിക്കാറുണ്ടല്ലോ തുലാവർഷത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ വടക്ക് കിഴക്കൻ മൺസൂൺ എന്ന് പറയുന്നത്. മൺസൂണിൻ്റെ പിൻവാങ്ങൽ എന്നും നമ്മളതിനെ പറയാറുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏത്? ഓപ്ഷൻസ്: NH7, NH44, NH744, NH544. ആൻസർ NH544 NH544 എന്ന് പറയുന്നത് തമിഴ്നാടിനെയും അതുപോലെ നമ്മുടെ കേരളത്തിനെയും ബന്ധിപ്പിക്കുന്ന ദേശീയപാതയാണ്. അതായത് സേലം തൊട്ട് നമ്മുടെ കൊച്ചി വരെയാണ് NH544 എന്ന് പറയുന്ന ദേശീയപാത പോകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏത്? ഓപ്ഷൻസ്: കോഴിക്കോട്, പാലക്കാട്, വയനാട്, കാസർഗോഡ്. ആൻസർ വയനാടാണ്. അടുത്ത ക്വസ്റ്റ്യൻ: തന്നിരിക്കുന്നവയിൽ നിന്നും പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദി കണ്ടെത്തുക. ഓപ്ഷൻസ്: കബനി, ഭവാനി, പാമ്പാർ, പെരിയാർ. ആൻസർ പെരിയാറാണ്. അപ്പോൾ ഓപ്ഷൻസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അല്ലേ? പെരിയാർ ഒഴികെ ബാക്കി 3 നദികളും എവിടേക്ക് ഒഴുകുന്നതാണ്? കിഴക്കോട്ട് ഒഴുകുന്ന നദികളാണ്. അതായത് നമ്മുടെ കേരളത്തിൽ 44 നദികളാണുള്ളത്. അതിൽ 41 എണ്ണവും പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളും ബാക്കി 3 എണ്ണം കിഴക്കോട്ട് ഒഴുകുന്ന നദികളുമാണ്. ഈ 41 നദികളും പടിഞ്ഞാറോട്ട് ഒഴുകി അറബിക്കടലിലാണ് ചെന്ന് പതിക്കുന്നത്. ബാക്കി 3 എണ്ണം അതായത് കബനി, പാമ്പാർ, ഭവാനി കിഴക്കോട്ട് ഒഴുകുന്ന നദികളാണ്. അവ ചെന്ന് കാവേരി നദിയിലാണ് ചേരുന്നത്. നമ്മുടെ പെരിയാറിൻ്റെ നീളം എത്രയാണ്? 244 കിലോമീറ്ററാണ് പെരിയാറിൻ്റെ നീളം. അടുത്ത ക്വസ്റ്റ്യൻ: ഇന്ത്യയിലെ ആദ്യ ലിറ്ററേറ്റ് ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ ജില്ല ഏത്? ഓപ്ഷൻസ്: കോഴിക്കോട്, മലപ്പുറം, കോട്ടയം, ആലപ്പുഴ. ആൻസർ മലപ്പുറമാണ്. അടുത്ത ക്വസ്റ്റ്യൻ: കേരളത്തിൽ വാണിജ്യാടിസ്ഥാനത്തിൽ റബ്ബർ കൃഷി മുണ്ടക്കയത്ത് ആരംഭിച്ചത് ആര്? ഓപ്ഷൻസ്: PG തോമസ്, PJ ജോസഫ്, ജോൺ ജോസഫ് മർഫി, ജേക്കബ് ജോസഫ് മർഫി. ആൻസർ ജോൺ ജോസഫ് മർഫിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ: കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം. ഓപ്ഷൻസ്: ചിന്നാർ, തട്ടേക്കാട്, മംഗളവനം, കുമരകം. ഏതാണ്? മംഗളവനമാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം. മംഗളവനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ എറണാകുളം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും ചെറിയ പക്ഷി സങ്കേതമാണ്. അതുപോലെ കൊച്ചിയുടെ ശ്വാസകോശം എന്ന് പറയപ്പെടുന്നതും മംഗളവനത്തിനെയാണ്. അപ്പുറത്ത് തട്ടേക്കാട് ഉണ്ടല്ലേ? തട്ടേക്കാടും എറണാകുളം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പക്ഷി സങ്കേതമാണ്. ആദ്യത്തെ പക്ഷി സങ്കേതമാണ്. അതുപോലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതം കൂടിയാണ്. നമ്മുടെ ഡോക്ടർ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതം കൂടിയാണ് എന്ത്? തട്ടേക്കാട് എന്ന് പറയുന്നത്. അതുപോലെ ഭൂതത്താൻകെട്ട് അണക്കെട്ടിൻ്റെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പക്ഷി സങ്കേതം കൂടിയാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം.
ലിംഗാനുപാതം ഏറ്റവും കുറഞ്ഞ കേരളത്തിലെ ജില്ല ഏത്? ഓപ്ഷൻസ്: വയനാട്, എറണാകുളം, കോട്ടയം, ഇടുക്കി. ആൻസർ ഇടുക്കിയാണ്. അപ്പോൾ എന്താണ് ഈ ലിംഗാനുപാതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജനസംഖ്യയിലെ പുരുഷന്മാരും സ്ത്രീകളും തമ്മിലുള്ള അനുപാതമാണ് ഈ ലിംഗാനുപാതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് സെക്സ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് കണക്കാക്കുന്ന രീതി എന്ന് വെച്ചാൽ 1000 പുരുഷന്മാർക്ക് എത്ര സ്ത്രീ എന്ന നിലയിലാണ് ഇത് കണക്കാക്കുന്നത്. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ ലിംഗാനുപാതം ഉള്ളത് ഇടുക്കിയിലാണ്. അതിൽ ഏറ്റവും കൂടുതലുള്ളത് എവിടെയാണ്? കണ്ണൂരാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനം ഏത്? ഓപ്ഷൻസ്: ചോലവനങ്ങൾ, ഉഷ്ണമേഖല നിത്യഹരിതവനങ്ങൾ, ഉഷ്ണമേഖല മഴക്കാടുകൾ, കണ്ടൽ വനങ്ങൾ. ആൻസർ ബി ആണ്, ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ. നമ്മുടെ കേരളത്തിലെ ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ പ്രത്യേകിച്ചും ഈ പശ്ചിമഘട്ടത്തിൻ്റെ തെക്ക് ഭാഗങ്ങളാണ് കണ്ടുവരുന്നത്. പ്രത്യേകിച്ച് 200 മീറ്ററിലധികം മഴ ലഭിക്കുന്ന ഉയർന്ന പ്രദേശങ്ങളിൽ കാണപ്പെടുന്നു. അതിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത്, അതായത് പശ്ചിമഘട്ട മലനിരകളുടെ പടിഞ്ഞാറൻ ചെരുവുകൾ പ്രധാനമായും നമ്മുടെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, വയനാട് ജില്ലകളിലൊക്കെ ഉയർന്ന ഭാഗങ്ങളിലാണ് ഈ പറയുന്ന ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ കണ്ടുവരുന്നത്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനം എന്ന് പറയുന്നത് ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളാണ്. അപ്പോൾ ഈ പറഞ്ഞ ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളിൽ തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കടുവകളും ആനകളും അതുപോലെ കുരങ്ങ് വർഗ്ഗങ്ങൾ അതുപോലെ പലതരം പക്ഷികളൊക്കെ കാണാൻ പെടുന്നത്. നമുക്ക് അവരുടെയൊക്കെ ആവാസ കേന്ദ്രം എന്ന് പറയുന്നത് ഈ ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളാണ്. ക്വസ്റ്റ്യൻ: തീരപ്രദേശം ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഏത്? ഓപ്ഷൻസ്: കണ്ണൂർ, തിരുവനന്തപുരം, പത്തനംതിട്ട, തൃശ്ശൂർ. ആൻസർ എ കണ്ണൂരാണ്. അപ്പോൾ കണ്ണൂരാണ് ഏറ്റവും കൂടുതൽ തീരപ്രദേശമുള്ള കേരളത്തിലെ ജില്ല. ഏറ്റവും കുറഞ്ഞ തീരപ്രദേശമുള്ള ജില്ല ഏതാണ്? അപ്പോൾ ഏറ്റവും കുറവ് തീരപ്രദേശമുള്ള ജില്ല കൊല്ലമാണ്. കണ്ണൂരിന് ശേഷം ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല ഏതാണ്? അത് ആലപ്പുഴയാണ്. നമ്മുടെ കേരളത്തിലെ എത്ര ജില്ലകൾക്ക് കടൽ തീരമുണ്ട്? കേരളത്തിലെ 9 ജില്ലകൾക്കാണ് കടൽ തീരമുള്ളത് കേട്ടോ. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ, അതായത് കേരളത്തിൻ്റെ തീരപ്രദേശത്തിൻ്റെ നീളം എന്ന് പറയുന്നത് 580 കിലോമീറ്ററാണ്. നമ്മൾ ചില ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ 590 എന്ന് കാണിക്കാറുണ്ട്. PSC പൊതുവെ 580 എടുക്കാറുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ് 9 ജില്ലകൾ? തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്. ഈ 9 ജില്ലകൾക്കാണ് കേരളത്തിൽ കടൽ തീരമുള്ളത്. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല കണ്ണൂർ, ഏറ്റവും കുറവ് കൊല്ലവുമാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. കേരളത്തിലെ ഹെൽത്ത് ATM ആദ്യമായി നിലവിൽ വന്നത് ഏത് ജില്ലയിലാണ്? ഓപ്ഷൻസ്: ഇടുക്കി, തിരുവനന്തപുരം, കണ്ണൂർ, എറണാകുളം. ആൻസർ എറണാകുളമാണ്. എന്നാണിപ്പോൾ ഇത് നിലവിൽ വന്നത്? 2025 ജനുവരിയിലാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കിയത്. കൊച്ചിൻ സ്മാർട്ട് മിഷൻ ലിമിറ്റഡ് ആണ് ഈ പദ്ധതി നടപ്പിലാക്കിയത്. രക്തസമ്മർദ്ദം, പ്രമേഹം, അതുപോലെ ശരീരഭാരം, കൊളസ്ട്രോളും ഒക്കെ തുടങ്ങിയ വിവിധ ആരോഗ്യ പരിശോധനകൾ ഈ യന്ത്രം വഴി വേഗത്തിൽ നടത്താൻ വേണ്ടി സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുവാനുള്ള ഇന്ത്യയുടെ ദൗത്യത്തിൻ്റെ പേര്? ഓപ്ഷൻസ്: ചന്ദ്രയാൻ 3, ഗംഗയാൻ, മംഗൾയാൻ, ആദിത്യ L1. ആൻസർ ബി ഗംഗയാനാണ് കേട്ടോ. ദൗത്യത്തിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ 3 പേരെ 3 ദിവസം ബഹിരാകാശത്ത് താമസിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ പ്രധാന ലക്ഷ്യം. ബാക്കി ഓപ്ഷൻസിൽ ചന്ദ്രയാൻ 3, മംഗൾയാൻ, ആദിത്യ L1 ഉണ്ടല്ലേ. അപ്പോൾ ഈ മംഗൾയാൻ എന്തുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്? 2013 നമ്മുടെ ISRO വിക്ഷേപിച്ച ഇന്ത്യയുടെ ആദ്യത്തെ ചൊവ്വ ദൗത്യമാണ് മംഗൾയാൻ എന്ന് പറയുന്നത്, അതായത് മാസ് ഓർബിറ്റ് മിഷൻ. 2014 സെപ്റ്റംബറോട് കൂടി വിജയകരമായിട്ട് ചൊവ്വയുടെ ഭ്രമണപഥത്തിൽ എത്തിച്ചേർന്നു. അതിൻ്റെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? ചൊവ്വയുടെ അന്തരീക്ഷം, ഉപരിതല ഘടന, ജലസാന്നിധ്യം എന്നീ സംഭവങ്ങളെക്കുറിച്ച് പഠിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ മംഗൾയാൻ്റെ പ്രധാന ലക്ഷ്യം. അടുത്ത ആദിത്യ L1, സൂര്യനെക്കുറിച്ച് പഠിക്കാനായിട്ട് ISRO വിക്ഷേപിച്ച ഇന്ത്യയുടെ ആദ്യത്തെ സൗരദൗടകമാണ് ആദിത്യ L1 എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ദൗത്യം എന്ന് പറയുന്നത് എന്താണ്? സൂര്യൻ്റെ ഏറ്റവും പുറംഭാഗം, ഫോട്ടോസ്ഫിയറും ക്രോമോസ്ഫിയറും എന്നിവയുടെ സവിശേഷതകളെക്കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആദിത്യ L1 ദൗത്യം അല്ലെങ്കിൽ ലക്ഷ്യം എന്നൊക്കെ പറയുന്നത്. വിക്ഷേപിച്ചത് 2023 സെപ്റ്റംബർ 2 എവിടെ വെച്ചായിരുന്നു? ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ വെച്ചിട്ടാണ് വിക്ഷേപിച്ചത്. അടുത്തത് ചന്ദ്രയാൻ 3. ചന്ദ്രയാൻ 3യുടെ വിക്ഷേപണം എന്നായിരുന്നു? 2023 ജൂലൈ 14 അതും ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ വെച്ചിട്ടായിരുന്നു. അതിൻ്റെ ഒരു ലക്ഷ്യം ദൗത്യം എന്ന് പറയുന്നത് ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ സുരക്ഷിതമായ ലാൻഡിംഗ്, റോവറിൻ്റെ സഞ്ചാരം, ചന്ദ്രനിലെ മണ്ണ് അല്ലെങ്കിൽ പാറകൾ എന്നിവയെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ പഠനമൊക്കെ ആയിരുന്നു നമ്മുടെ ചന്ദ്രയാൻ 3യുടെ ലക്ഷ്യം. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന ആദ്യത്തെ രാജ്യമായിട്ട് ഇന്ത്യയെ മാറ്റിയ ISROയുടെ നമ്മുടെ അഭിമാന ദൗത്യമാണ് ചന്ദ്രയാൻ 3 എന്ന് പറയുന്നത്. ചന്ദ്രയാൻ 3ൽ ഒരു ലാൻഡറും റോവറും അതുപോലെ പ്രൊപ്പോഷൻ മൊഡ്യൂൾ എന്നിവയാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. എന്തായിരുന്നു ലാൻഡറിൻ്റെ പേര്? വിക്രം.
അതുപോലെ റോവറിൻ്റെ പേര് പ്രഗ്യ. ഈ പറയുന്ന ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്താൽ ഒരു ക്വസ്റ്റ്യൻ പോലും ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവില്ല. അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏത് മഹാരാജാവിൻ്റെ ഭരണകാലയളവിലാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ ഗ്രന്ഥശാല സ്ഥാപിച്ചത്? ഓപ്ഷൻസ്: സ്വാതി തിരുനാൾ മഹാരാജാവ്, ഉത്തരം തിരുനാൾ മഹാരാജാവ്, ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവ്, ശ്രീമൂലം തിരുനാൾ മഹാരാജാവ്. ഇതാണ് ആൻസർ. സ്വാതി തിരുനാൾ മഹാരാജാവാണ് അല്ലേ. തിരുവിതാംകൂറിലെ ആദ്യത്തെ പൊതുഗ്രന്ഥശാല, അതായത് പബ്ലിക് ലൈബ്രറി സ്ഥാപിച്ചതാണ് സ്വാതി തിരുനാൾ മഹാരാജാവ്. അത് ഏത് കാലത്തായിരുന്നു? 1829, 1846 ഭരണകാലത്താണ് അദ്ദേഹം അത് സ്ഥാപിച്ചത്. പിന്നീട് ഇത് തിരുവനന്തപുരത്തിൻ്റെ ഒരു പബ്ലിക് ലൈബ്രറി ആയിട്ട് അറിയപ്പെടുകയും ചെയ്തു. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോവിയറ്റ് യൂണിയൻ്റെ സാമ്പത്തിക സാങ്കേതിക സഹായത്താൽ നിർമ്മിച്ച ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ: റൂർക്കേല, ഭിലായ്, ദുർഗാപൂർ, ബൊക്കാറോ. ഓപ്ഷൻസിൽ 1, 3 മാത്രം, 3, 4 മാത്രം, 2, 4 മാത്രം, 1, 3 മാത്രം. എന്താണ്? ഓപ്ഷൻ സി ആണല്ലേ. ഭിലായും ദുർഗാപൂറുമാണ് ആൻസർ വരുന്നത്. ഈ സെയിം ക്വസ്റ്റ്യൻ ഇതിന് തൊട്ട് മുൻപ് ഉണ്ടായിരുന്നു. അതെന്തായിരുന്നു? ഭിലായ് ഇരുമ്പുരുക്ക് വ്യവസായശാല ആരുടെ സഹായത്തോടു കൂടിയാണ് സ്ഥാപിച്ചതെന്നായിരുന്നു. അപ്പോൾ നമുക്കറിയാം സോവിയറ്റ് യൂണിയൻ ആണ്. അതുപോലെ ബൊക്കാറോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇരുമ്പുരുക്ക് ശാലയും അവരുടെ സഹായത്തോടു കൂടി സ്ഥാപിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആരെല്ലാമായിരുന്നു 1953 കേന്ദ്ര സർക്കാർ നിയോഗിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങൾ? അപ്പോൾ ഓപ്ഷൻസ് നോക്കുമ്പോൾ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഫസൽ അലി, സർദാർ KM പണിക്കർ, HN കുൻസ്ലു. ഇപ്പോൾ PSC കുറച്ച് കാലമായിട്ട് എഴുതുന്നവരാണെങ്കിൽ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ ഈ ഒരു ക്വസ്റ്റ്യൻ ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പേഴ്സും വളരെ ചുരുക്കമായിരിക്കും അല്ലേ. അപ്പോൾ ഈ ഫസൽ അലി, സർദാർ KM പണിക്കർ, HN കുൻസ്ലു എന്നിവരാണ് പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങൾ. നെക്സ്റ്റ്, സന്തോഷ് ട്രോഫി ഏത് കായിക മത്സരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻസ്: ഫുട്ബോൾ, ക്രിക്കറ്റ്, വോളിബോൾ, കബഡി. ഫുട്ബോളാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആർക്കാണ് 2025 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാന പുരസ്കാരം ലഭിച്ചത്? ഓപ്ഷൻസ്: ഡൊണാൾഡ് ട്രംപ്, വളാഡിമിർ സെലൻസ്കി, അന്റോണിയോ ഗുട്ടറസ്, മറിയ കൊറീന. ആൻസർ ഡി, മറിയ കൊറീനയ്ക്കാണ് 2025 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാന പുരസ്കാരം ലഭിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി? ഓപ്ഷൻസ്: ജഗദീപ് ധൻകർ, വെങ്കയ്യ നായിഡു, CP രാധാകൃഷ്ണൻ, ജസ്റ്റിസ് സുദർശൻ റെഡ്ഡി. ആൻസർ CP രാധാകൃഷ്ണനാണ്. അപ്പോൾ എത്രാമത്തെ ഉപരാഷ്ട്രപതിയാണ് CP രാധാകൃഷ്ണൻ? 15ാമത്തെ ഉപരാഷ്ട്രപതിയാണ് CP രാധാകൃഷ്ണൻ എന്ന് പറയുന്നത്. ഇതിനു മുമ്പ് ആരായിരുന്നു? ഇതിനു മുമ്പ് ജഗദീപ് ധൻകർ ആയിരുന്നു നമ്മുടെ 14ാമത് ഉപരാഷ്ട്രപതിയായിരുന്നു. അതുപോലെ വെങ്കയ്യ നായിഡു 13ാമത് ഉപരാഷ്ട്രപതിയായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ച മലയാളികൾ: മോഹൻലാൽ, TV ചന്ദ്രൻ, മോഹൻലാൽ ആൻഡ് ഷാജി N കരുൺ, മോഹൻലാൽ ആൻഡ് MT വാസുദേവൻ നായർ, മോഹൻലാൽ ആൻഡ് അടൂർ ഗോപാലകൃഷ്ണൻ. ആൻസർ മോഹൻലാലും അടൂർ ഗോപാലകൃഷ്ണനുമാണ്. അപ്പോൾ എന്നാണ് മോഹൻലാലിന് അവാർഡ് ലഭിച്ചത്? 2003 അവാർഡ് 2025 പ്രഖ്യാപിച്ചത്. മലയാളത്തിൽ നിന്ന് ഈ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ അഭിനേതാവ് കൂടിയാണ് ആര്? മോഹൻലാൽ എന്ന് പറയുന്നത്. അടൂർ ഗോപാലകൃഷ്ണൻ എന്നാണ് കിട്ടിയത്? 2004 പുരസ്കാരം ലഭിച്ചത്. അദ്ദേഹം ഒരു പ്രശസ്ത സംവിധായകനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2028 ഒളിമ്പിക്സ് വേദി: ലോസ് ഏഞ്ചൽസ്, ന്യൂഡൽഹി, ലണ്ടൻ, ടോക്കിയോ. ആൻസർ ലോസ് ഏഞ്ചൽസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്നവയിൽ ഹരിതഗൃഹവാതകം ഏത്? ഹീലിയം, മീഥെയ്ൻ, നൈട്രജൻ, നിയോൺ. ആൻസർ മീഥെയ്ൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ക്ഷീണിതനും വിളറിയ മുഖത്തോടു കൂടി കാണപ്പെട്ട രാജുവിൻ്റെ രക്തപരിശോധനയിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറഞ്ഞതായി കാണപ്പെട്ടു. താഴെ പറയുന്നവയിൽ ഏത് ഭക്ഷണക്രമമായിരിക്കും രാജുവിന് അനുയോജ്യമായത്? പാലുൽപ്പന്നങ്ങളും, അയഡിൻ അടങ്ങിയ ഉപ്പ്, ഇരുമ്പടങ്ങിയ ഇലക്കറികൾ, ഓറഞ്ച് ജ്യൂസ്. അപ്പോൾ ഇതാണ് ഇരുമ്പടങ്ങിയ ഇലക്കറികളാണല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, പയറിൻ്റെ സങ്കര ഇനങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. ശരിയായ ജോഡി ഏത്? ജ്യോതിക, ഭാഗ്യലക്ഷ്മി, പവിത്ര, സൽകീർത്തി, ഉജ്ജ്വല, ചന്ദ്രശങ്കര, സൽകീർത്തി, ജ്വാലാമുഖി. ആൻസർ ജ്യോതിക, ഭാഗ്യലക്ഷ്മിയാണ്. അപ്പോൾ ബാക്കി ഓപ്ഷൻസ് ഒക്കെ അവരിങ്ങനെ ഷഫിൾ ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. പ്രസ്താവന: ഇടതു വെൻട്രിക്കിളിൻ്റെ ഭിത്തിക്ക് വലതു വെൻട്രിക്കിനേക്കാൾ കട്ടി കൂടുതലാണ്. കാരണം ഇടതു വെൻട്രിക്കിൾ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും രക്തം സ്വീകരിക്കുന്നു. അപ്പോൾ ഇതിലെ ശരി ഉത്തരം എന്ന് പറയുന്നത് ഡി ആണ്. പ്രസ്താവന ശരിയാണ്, എന്നാൽ കാരണം തെറ്റാണ്. അപ്പോൾ തന്നിരിക്കുന്ന പ്രസ്താവന എന്തായിരുന്നു? ഇടതു വെൻട്രിക്കിളിൻ്റെ ഭിത്തിക്ക് വലതു വെൻട്രിക്കിനേക്കാൾ കട്ടി കൂടുതലാണ്. അത് ശരിയാണ്.
കാരണം ഇടത് വെൻട്രിക്കിൾ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും രക്തം സ്വീകരിക്കുന്നു. അങ്ങനെയല്ല, അതെന്താണ്, നമ്മുടെ ശുദ്ധീകരിച്ചിട്ടുള്ള രക്തം അവിടെ നിന്ന് അയോട്ടയിലേക്ക് കൊടുത്തിട്ട് അയോട്ടയാണത് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. ഇതിൽ പറഞ്ഞ പോലെ ചെയ്യുന്നത് നമ്മുടെ റൈറ്റ് ആർട്രിയമാണ് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും രക്തം സ്വീകരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സാമൂഹിക വനവൽക്കരണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. വനവിഭവങ്ങൾ അമിതമായി ഉപയോഗിക്കുക, സുസ്ഥിര വനപാലനത്തിലൂടെ പ്രാദേശിക ഉപജീവനത്തെ മെച്ചപ്പെടുത്തുക, വനസംരക്ഷണത്തിൽ സമൂഹത്തിൻ്റെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുക, വ്യാവസായിക ലോഗിംഗ് പ്രോത്സാഹിപ്പിക്കുക. ഇതിൽ ഏത് പ്രസ്താവനയാണ് ശരിയായിട്ടുള്ള പ്രസ്താവന? ബി ആണ്, അതായത് 2, 3. 2, 3 ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. സുസ്ഥിര വനപാലനത്തിലൂടെ പ്രാദേശിക ഉപജീവനത്തെ മെച്ചപ്പെടുത്തുക, വനസംരക്ഷണത്തിൽ സമൂഹത്തിൻ്റെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ 52ാമത് ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ആര്? ഓപ്ഷൻസ്: സതീഷ് ചന്ദ്ര ശർമ്മ, സഞ്ജീവ് ഖന്ന, B.R. ഗവായ്, A.R. മസൂദി. ആൻസർ B.R. ഗവായി ആണ്. അപ്പോൾ 51ാമത് ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു? സഞ്ജീവ് ഖന്ന ആയിരുന്നു 51ാമത് ചീഫ് ജസ്റ്റിസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ പരിശോധനകൾ നടത്തി വിവിധ അർബുദങ്ങളെക്കുറിച്ച് പ്രാരംഭ കണ്ടെത്തലിനും അവബോധനത്തിനും പ്രാധാന്യം നൽകുന്ന പ്രചാരണ പരിപാടി ഏത്? സ്വസ്ഥ കേരളം, ആരോഗ്യമാനന്ദം, നിരാമയ കേരളം, ജീവൻ രക്ഷ. ആൻസർ ആരോഗ്യം ആനന്ദം. അപ്പോൾ നമ്മൾ കേരളത്തിൽ നടപ്പാക്കി വരുന്ന ആരോഗ്യ പദ്ധതികളും അവയുടെ ലക്ഷ്യങ്ങളും ദൗത്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് വിശദമായിട്ടൊരു വീഡിയോ വൈകാതെ തന്നെ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ശരിയായ പ്രസ്താവന ഏത്? കരക്കാറ്റ് കരയിലേക്ക് വീശുന്നു, കടൽക്കാറ്റ് കടലിലേക്ക് വീശുന്നു, കടൽക്കാറ്റ് രാത്രി സമയത്ത് വീശുന്നു, കടൽക്കാറ്റ് പകൽ സമയത്ത് വീശുന്നു. അപ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ? ഡി ആണ് കറക്റ്റ് ആൻസർ. കടൽക്കാറ്റ് പകൽ സമയത്ത് വീശുന്നു. പകൽ സമയത്ത് കടലിൽ നിന്ന് കരയിലേക്ക് വീശുന്ന തണുത്ത കാറ്റിനെയാണ് നമ്മൾ എന്ത് കടൽക്കാറ്റ് എന്ന് പറയുന്നത്. രാത്രി കരയിൽ നിന്ന് കടലിലേക്ക് വീശുന്ന കാറ്റാണ് എന്ത് കരക്കാറ്റ്. ആവർത്തന പ്രതിപതനം ഉപയോഗപ്പെടുത്തുന്ന ഉപകരണം കാലിഡോസ്കോപ്പ്, പെരിസ്കോപ്പ്. ഇവ രണ്ടും ഇവയൊന്നുമല്ല. ആൻസർ ഇവ രണ്ടും എന്നുള്ളതാണ് ആൻസർ വരുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, കലാമിൻ എന്നത് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? ഓപ്ഷൻസ്: ഇരുമ്പ്, സിങ്ക്, ലെഡ്, മെർക്കുറി. ഏതാണ്? സിങ്ക് ആണല്ലേ. സിങ്കിൻ്റെ അയിരാണ് എന്ത് കലാമിൻ എന്ന് പറയുന്നത്. മറ്റു ഓപ്ഷൻസ് നോക്കുമ്പോൾ ഇരുമ്പ്, ലെഡ്, മെർക്കുറി ഉണ്ടല്ലേ. അപ്പോൾ അവരുടെ അയിരുകൾ ഏതാണ്? ഇരുമ്പിൻ്റെ അയിര് പ്രധാനമായിട്ടും ഹെമറ്റൈറ്റ്, നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ. അതുപോലെ മാഗ്നറ്റൈറ്റ്. ഇവ രണ്ടുമാണ് ഇരുമ്പിൻ്റെ അയിരുകൾ. നെക്സ്റ്റ് ലെഡിൻ്റെ ഏതാണ്? ലെഡിൻ്റെ അയിരെന്ന് പറയുന്നത് ഗലീന എന്ന് പറയുന്നതാണ് മെയിനായിട്ടുള്ളൊരു അയിര്. അതുപോലെ സെറസൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു അയിരും കൂടെ ലെഡിനുണ്ട്. അതുപോലെ മെർക്കുറിയുടെ അയിര് ഏതാണ്? മെർക്കുറിയുടെ അയിര് അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം. ഓപ്ഷൻസ്: അക്കോസ്റ്റിക്സ്, ഒപ്റ്റിക്സ്, തെർമോഡൈനാമിക്സ്, മെക്കാനിക്സ്. ആൻസർ എ അക്കോസ്റ്റിക്സ് ആണ് കേട്ടോ. അപ്പോൾ ഒപ്റ്റിക്സ് എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? അപ്പോൾ ഒപ്റ്റിക്സ് എന്ന് പറയുന്നത് പ്രകാശത്തിൻ്റെ സ്വഭാവം, പെരുമാറ്റം, അതുപോലെ മാറ്ററുമായിട്ട് ദ്രവ്യമായിട്ടുള്ള അതിൻ്റെ ഇടപാടുകൾ, സംഭവങ്ങളൊക്കെ കുറിച്ച് പഠിക്കുന്ന ഭൗതിക ശാസ്ത്രത്തിൻ്റെ ഒരു ശാഖയാണ് നമ്മൾ എന്ത് ഒപ്റ്റിക്സ് എന്ന് പറയുന്നത്. അതുപോലെ എന്താണ് തെർമോഡൈനാമിക്സ്? ഹീറ്റ്, അതുപോലെ അതായത് താപോർജ്ജം അത് മറ്റു രൂപത്തിലുള്ള ഊർജ്ജങ്ങളുമായിട്ട് ഹീറ്റ് വർക്കുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ളൊരു ശാസ്ത്രശാഖയാണ് എന്ത് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. മെക്കാനിക്സ് എന്നതിനെക്കുറിച്ചുള്ള പഠനമാണ്. ഫോഴ്സും അതിൻ്റെ മോഷൻസ്, അതായത് അവയുടെ ചലനങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ഭൗതികശാസ്ത്രത്തിൻ്റെ ഒരു പഠനശാഖയാണ് എന്ത് മെക്കാനിക്സ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഹൈഡ്രജൻ എന്ന വാക്കിൻ്റെ അർത്ഥം. ഓപ്ഷൻസ്: ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്നത്, ജലം ഉൽപ്പാദിപ്പിക്കുന്നത്, ലവണം ഉൽപ്പാദിപ്പിക്കുന്നത്. ഇവയൊന്നുമല്ല. അപ്പോൾ ബി ആണ് ആൻസർ, ജലം ഉൽപ്പാദിപ്പിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ PFBR സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഓപ്ഷൻസ്: കേരളം, ഒറീസ, തമിഴ്നാട്, ഹരിയാന. ആൻസർ തമിഴ്നാടാണ്. അപ്പോൾ എന്താണ് ഈ പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ടുള്ള ഇന്ധനം ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ള, അതായത് ബ്രീഡിങ്ങിന് കഴിവുള്ള അത്യാധുനിക ന്യൂക്ലിയർ റിയാക്ടറാണ് എന്ത് ഈ പറയുന്ന പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ. തമിഴ്നാട്ടിലെ കൽപ്പാത്തിയിലാണ് ഇത് വികസിപ്പിച്ചിട്ടുള്ളത്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദക്ഷിണേന്ത്യയിലെ ആദ്യ ഓട്ടോമേറ്റഡ് ടെർമിനൽ തുറമുഖം. ഓപ്ഷൻസ്: കൊച്ചി, വിഴിഞ്ഞം, ബേപ്പൂർ, നീണ്ടകര. ആൻസർ വിഴിഞ്ഞമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വിഴിഞ്ഞം തുറമുഖം എന്നാണ് ഉദ്ഘാടനം കഴിഞ്ഞത്? ആദ്യഘട്ടത്തിൻ്റെ ഉദ്ഘാടനം എന്നായിരുന്നു? ആരാണ് ഉദ്ഘാടനം ചെയ്ത വ്യക്തി? 2025 മെയ് 2 ഇത് ഉദ്ഘാടനം കഴിച്ചത്. ആരാണ്? നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏത്? ഓപ്ഷൻസ്: ഇ ഹെൽത്ത്, ഇ സഞ്ജീവനി, മൈ കെയർ, ശൈലി. ആൻസർ ശൈലിയാണ്. ഇ ഹെൽത്ത് പ്ലാറ്റ്ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ സംസ്ഥാനത്തെ ആരോഗ്യ സേവനങ്ങൾ ഓൺലൈനായിട്ട് ലഭിക്കുന്നതിനായുള്ളൊരു കേരള വൈഡ് പോർട്ടലാണ് എന്ത്? ഇ ഹെൽത്ത് എന്ന് പറയുന്നത്. ഇ സഞ്ജീവനി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാന സർക്കാർ തുടക്കമിട്ടൊരു ടെലിമെഡിസിൻ പദ്ധതിയാണെന്ത്? ഇ സഞ്ജീവനി. കോവിഡ് കാലത്ത് വീട്ടിലിരുന്ന് സൗജന്യമായിട്ട് ഡോക്ടറെ കണ്ട് ചികിത്സ തേടാനാണ് ഈ പദ്ധതി ആരംഭിച്ചത്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. താഴെ തന്നിരിക്കുന്ന രോഗലക്ഷണങ്ങൾ ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണെന്ന് കണ്ടെത്തുക. ശരീരഭാരം പെട്ടെന്ന് കുറയുക, ദുർബലമായ രോഗപ്രതിരോധം, ലിംഫോസൈറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറയുക, വിട്ടുമാറാത്ത ക്ഷീണം. ഓപ്ഷൻസ്: ക്ഷയം, എയ്ഡ്സ്, ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്തം. ആൻസർ എയ്ഡ്സ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന പട്ടികയിൽ ശരിയായി ജോഡി ചേർത്തിരിക്കുന്നവ കണ്ടെത്തുക. തൈറോയിഡ് ഗ്രന്ഥി തൈമോസിൻ, ആഗ്നേയ ഗ്രന്ഥി ഇൻസുലിൻ, പൈനിയൽ ഗ്രന്ഥി മെലാറ്റോണിൻ, അഡ്രീനൽ ഗ്രന്ഥി കാൽറ്റിസോണിൻ. ആൻസർ ഡി ആണ്. അതായത് ആഗ്നേയ ഗ്രന്ഥി ഇൻസുലിനും പൈനിയൽ ഗ്രന്ഥി മെലാറ്റോണിനുമാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അപ്പോൾ ഈ തൈറോയിഡ് ഗ്രന്ഥിയിൽ വെച്ച് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ്? ട്രൈഡോ തൈറോയിൻ അതുപോലെ തൈറോക്സിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഹോർമോണുകളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അത് ഉൽപ്പാദിപ്പിച്ച് ശരീരത്തിൻ്റെ ഉപചായ പ്രക്രിയ, അതായത് മെറ്റബോളിസം, ഊർജ്ജ ഉൽപ്പാദനം, വളർച്ച എന്നിവയെ നിയന്ത്രിക്കുന്നു. നെക്സ്റ്റ് അഡ്രിനൽ ഗ്രന്ഥി. അഡ്രിനൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ്? അഡ്രിനൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ എന്ന് പറഞ്ഞാൽ അഡ്രിനാലിൻ, കോർട്ടിസോൾ. കോർട്ടിസോളും അതുപോലെ അഡ്രിനാലിനുമാണ് എന്ത്? അഡ്രിനൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആർദ്രം ആരോഗ്യക്ഷേമ പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ കണ്ടെത്തുക. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുക, സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുക, സർക്കാർ ആശുപത്രികൾ രോഗി സൗഹൃദ പരിചരണം ഉറപ്പാക്കുക, നഗരചേരിയിൽ താമസിക്കുന്നവരുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുക. ഏതാണ് ആൻസർ? 2, 3 ആണ്. അതായത് സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുക, സർക്കാർ ആശുപത്രികൾ രോഗി സൗഹൃദ പരിചരണം ഉറപ്പാക്കുക എന്നീ ലക്ഷ്യങ്ങളാണ് ആർദ്രം ആരോഗ്യക്ഷേമ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. താഴെ തന്നിരിക്കുന്നതിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. വിറ്റാമിൻ B12 കണ, വിറ്റാമിൻ സി നിശാന്തത, വിറ്റാമിൻ B3 പെലഗ്ര, വിറ്റാമിൻ ഡി സ്കർവി. അപ്പോൾ ഇത് വൈറ്റമിൻസും അവ ഉണ്ടാക്കുന്ന രോഗങ്ങളുമാണ്. അപ്പോൾ ഇതിൽ ഏതാണ് ആൻസർ? സി ആണ്. വൈറ്റമിൻ B3 പെലഗ്ര ഉണ്ടാക്കുന്നു. വൈറ്റമിൻ സിയുടെ അപര്യാപ്തത മൂലം എന്താണ്? സ്കർവിയാണ് ഉണ്ടാകുന്നത്. വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത മൂലം നമുക്ക് കാണാം, അല്ലെങ്കിൽ റിക്ടസ് എന്ന് പറയുന്നൊരു രോഗം ഉണ്ടാകുന്നു. വൈറ്റമിൻ B12 അപര്യാപ്തത മൂലം നമുക്ക് അനീമിയ അല്ലെങ്കിൽ പർണീഷ്യസ് അനീമിയ എന്ന് പറഞ്ഞിട്ടുള്ള രോഗം ഉണ്ടാകുന്നു. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സാമൂഹ്യനീതി വകുപ്പിൻ്റെ കീഴിലുള്ള സർക്കാർ വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കാൻ ഉദ്ദേശിച്ച് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? ഓപ്ഷൻസ്: വയോമിത്രം, വയോ അമൃതം, വയോ മധുരം, വയോ കിരണം. ഏതാണ് ആൻസർ? വയോ അമൃതം. നമ്മുടെ സംസ്ഥാന സർക്കാർ നടപ്പാക്കി വരുന്ന ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളെ കുറിച്ചിട്ട് നമുക്ക് ഒരു വീഡിയോ വേറെ ആയിട്ട് തന്നെ ചെയ്യാം കേട്ടോ, വയ്യാണ്ട് തന്നെ അപ്ലോഡ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, എംഫൈസിമ എന്ന രോഗം ശരീരത്തിലെ ഏതു ഭാഗത്തെയാണ് ബാധിക്കുന്നത്? ഓപ്ഷൻസ്: ശ്വാസകോശം, കരൾ, ത്വക്ക്, വൃക്ക. ആൻസർ ശ്വാസകോശമാണ്. ഇതൊക്കെ റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ് ആണ്, നമ്മൾ പല ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, സ്നേഹക്കൂട് എന്ന കേരള സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ഏത് വിഭാഗത്തിൽപ്പെട്ടവരെയാണ്? ഓപ്ഷൻസ്: കുഷ്ഠരോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നവർ, എയ്ഡ്സ് രോഗബാധിതർ, മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ ചികിത്സിച്ച് സുഖം പ്രാപിച്ചവർ, ഡയാലിസിസ് നടത്തുന്ന സാമ്പത്തിക പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്നവർ. ആൻസർ സി ആണ്. മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ ചികിത്സിച്ച് സുഖം പ്രാപിച്ചവർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ വായു വഴി പകരാത്ത രോഗം കണ്ടെത്തുക. പോളിയോ, വില്ലൻ ചുമ, ചിക്കൻ പോക്സ്, ക്ഷയം. വായു വഴി പകരാത്ത രോഗത്തിനെയാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? എ പോളിയോ ആണല്ലേ ആൻസർ. അപ്പോൾ പോളിയോ എന്തുവഴി പകരുന്ന രോഗമാണ്? ജലത്തിലൂടെ പകരുന്ന രോഗമാണ് എന്ത്? പോളിയോ എന്ന് പറയുന്നത്. ബാക്കി 3 ഓപ്ഷൻസും വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്തുക. പ്രസ്താവന 1, ചെറുകുടലിൽ കാണുന്ന വിരലുകൾ പോലുള്ള വളർച്ചകളാണ് വില്ലസുകൾ. പ്രസ്താവന 2,
വില്ലസുകൾ ജലം, ലവണം ഇവയുടെ ആഗിരണത്തിന് സഹായിക്കുന്നു. ഏത് പ്രസ്താവനയാണ് ശരി? ഏതാണ് തെറ്റ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ്. അതായത് പ്രസ്താവന 1ഉം 2ഉം ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2025 വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരത്തിന് അർഹരായവരെ കണ്ടെത്തുക. ജോൺ ക്ലാർക്ക്, മേരി ഇ ബ്രൻകോ, സുസുമി കിറ്റ്ഗാവ, ഫ്രെഡ് റാംസ്ഡൽ, ഷീമോൻ സാഗാഗുച്ചി. ഏതാണ് ആൻസർ? ഡി ആണ്. അതായത് 2ഉം 4ഉം 5ഉം ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, ഇസ്രായേൽ പലസ്തീൻ സംഘർഷഘട്ടത്തിൽ ഇസ്രായേൽ കുടുങ്ങിയ ഇന്ത്യൻ വംശജരെ സുരക്ഷിതരായി നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ഓപ്പറേഷൻ റെസ്ക്യൂ പ്രവർത്തനം ഏത്? ഓപ്പറേഷൻ ബ്രഹ്മ, ഓപ്പറേഷൻ ഗംഗ, ഓപ്പറേഷൻ അജയ്, ഓപ്പറേഷൻ അമർ. ഏതാണ്? ഓപ്പറേഷൻ അജയ് ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനകളിൽ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. വിഴിഞ്ഞം തുറമുഖം 2025 മെയ് 3 പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. ഇന്ത്യയിലെ ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖമാണ് വിഴിഞ്ഞം. വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യ മദർഷിപ്പ് ഷെൻഹുവ 15 ആയിരുന്നു. വിഴിഞ്ഞം തുറമുഖം നെയ്യാറ്റിൻകര താലൂക്കിൽ സ്ഥിതി ചെയ്യുന്നു. ഇതിൽ ഏതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന? ഡി ആണ്. അതായത് 1ഉം 3ഉം ആണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ഇതിൽ പറയുന്നത് പ്രധാനമന്ത്രി മെയ് 3 ഉദ്ഘാടനം ചെയ്തതെന്നാണ്. മെയ് 3 മെയ് 2 നരേന്ദ്രമോദി രാജ്യത്തിന് വേണ്ടി സമർപ്പിച്ചത്. അതുപോലെ തുറമുഖത്തെത്തിയ ആദ്യ മദർഷിപ്പ് എൻഹുവ 15 അല്ല. ആദ്യത്തെ മദർഷിപ്പ് എന്ന് പറയുന്നത് സെൻ ഫെർണാഡോ ആണ് വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യ മദർഷിപ്പ്. അപ്പോൾ ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ 1 ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 49ാമത് വയലാർ സാഹിത്യ അവാർഡ് 2025 നേടിയ തബോമയുടെ അച്ഛൻ എന്ന കൃതിയുടെ രചയിതാവ് ആര്? ഇതിന് ആൻസർ അറിയുന്നവർ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ സീരീസ് 1 ഇത് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഫുൾ കവർ ചെയ്തിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു എവരിവൺ.